കോതമംഗലം കോട്ടപ്പടി പ്രദേശത്ത് വ്യാപക നാശം വിതച്ച് കാട്ടാനക്കൂട്ടം. കാർഷിക വിളകൾ നശിപ്പിച്ച കാട്ടാനകൾ ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരുത്തിയത്. ഇന്നലെ പുലർച്ചെയായിരുന്നു കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിലിറങ്ങിയത്. കോട്ടപ്പടി പഞ്ചായത്തിലെ കൂവക്കണ്ടം ഭാഗത്തിറങ്ങിയ കാട്ടാനക്കൂട്ടമാണ് വ്യാപക കൃഷിനാശം വരുത്തിയത്. കർഷകനായ മനോജിന്റെ 200ഓളം വാഴ, 1 ഏക്കറോളം സ്ഥലത്തെ പൈനാപ്പിൾ, ചക്ക എന്നിവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. ഫെൻസിങ്ങും കയ്യാലകളും കാട്ടാനക്കൂട്ടം തകർത്തതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. ആന വന്ന് കയറിയിട്ട് ഒരു 600 വാഴ വെച്ചതിൽ ഒരു 200 വാഴയുടെ അടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ 1 ഏക്കറോളം പൈനാപ്പിൾ ഇപ്പോൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു 500 ചക്കെങ്കിലും ഉണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് 2 വർഷത്തിന് മുകളിലായി. ഇതിൻ്റെ നഷ്ടം നോക്കിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. നാശനഷ്ടം സംഭവിക്കുന്ന കർഷകർക്ക് ആനുപാതികമായ തുക നഷ്ടപരിഹാരമായി നൽകണമെന്ന് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ആവശ്യപ്പെട്ടു. ഈ നഷ്ടം ഇപ്പോൾ കണക്കാക്കുന്നതിൽ കുറച്ചുകൂടി മാറ്റം വരുത്തണം. കാരണം നഷ്ടം കണക്കാക്കുന്നതിൽ ഇപ്പോഴും അതിൻ്റെ ഒരു കണക്ക് കുറവാണ്. അത് വാലുവേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതും. ആനശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നത് പ്രദേശവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ്. ന്യൂസ് മലയാളം, കൊച്ചി.